മലപ്പുറത്തെ മലയോര കർഷകരെ ദുരിതത്തിലാക്കി നേന്ത്രവാഴകൾക്ക് അപൂർവ രോഗം. കനത്ത സാമ്പത്തിക നഷ്ടത്തിൽ കർഷകരുടെ ആയിരക്കണക്കിന് വാഴകളാണ് നശിച്ചത്. തോരാത്ത മഴയും ശക്തമായ കാറ്റും കാരണം ദുരിതത്തിലായ കർഷകർക്ക് ഇരട്ടപ്രഹരമായി വാഴകൾക്ക് അപൂർവ ഇനം രോഗവും ബാധിച്ചു. വാഴകൾ ഒടിഞ്ഞു വീഴുകയും കായ്ബലം തീരെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഈ രോഗം കർഷകർക്ക് കനത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കുകയാണ്. കാളികാവ് സ്വദേശി ഇബ്രാഹിം അടക്കമുള്ള കർഷകർ ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങി കൃഷി ചെയ്ത 1200ഓളം വാഴകളാണ് രോഗം ബാധിച്ച് നശിച്ചത്. ഒരേക്കർ 62 സെന്റ് സ്ഥലത്ത് വാഴ കൃഷി വെച്ചതാണ്. 1200 വാഴ സാധാരണ ഇതിൽ ചെയ്യലുണ്ട്. അതേപോലെ 1200 വാഴ ചെയ്ത ഇൻഷൂറൊക്കെ ചെയ്തിക്കണ്. അപ്പോൾ ഇതിന് പെട്ടെന്ന് സാധാരണത്തിൽ കൂടുതൽ മഴ പെയ്ത് കാരണം പെട്ടെന്ന് ഒരു മഹാലി രോഗം പോലെ ഒരു മഞ്ഞ കളറുള്ള ഒരു അസുഖം പിടിപെട്ട് കൃഷി ഓഫീസിൽ പോയി ചെന്ന് പറഞ്ഞ് കൃഷി വന്ന് നോക്കി ഓല് നിർദ്ദേശിച്ച മരുന്ന് 2 പ്രാവശ്യം അടിക്കണം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം അടിച്ച് തുടർച്ചയായിട്ടുള്ള മഴ കാരണമായിരിക്കും ആ മരുന്ന് വേണ്ടത്ര ഫലിച്ചിട്ടില്ല. അപ്പോൾ മൊത്തം വാഴയും പൊത്തുപോയി. ഒരു തേർഡ് ഇതിൽ വിൽക്കാൻ പറ്റിയ കൊലകൾ പോലും, ഉപ്പേരിക്ക് കൊടുക്കാൻ പറ്റുന്ന കൊലകൾ പോലും ഉണ്ടായിട്ടില്ല. വലിയ വമ്പിച്ച നഷ്ടമാണ്. നഷ്ടപ്പെട്ടത് 1400ഓളം വാഴ ഇതിൽ മൊത്തത്തിലുണ്ട്. അതിൽ 1200 വാഴ ഇൻഷൂർ ചെയ്തിരിക്കുന്നു. അതിലിപ്പോൾ നല്ലൊരൊറ്റ കൊലയും കാണാനില്ലല്ലോ. മൊത്തത്തിൽ ഈ നഷ്ടപ്പെട്ടൊക്കെ തന്നെയാണ്. എല്ലാത്തിനും ബാധിച്ചൊക്കെയാണ്. ഏതെങ്കിലും ഒന്നിനെ അല്ലെങ്കിൽ 10 ഒന്നും അല്ല ബാധിച്ചിരിക്കുന്നത്. അതെന്താ വെച്ചാൽ ഈ കേട് ബാധിച്ച വാഴ വെട്ടി നോക്കിയാൽ അറിയാം. അതിൻ്റെ തണ്ടിനുള്ളിൽ കൂടെ മഴ പെയ്തിട്ട് വെള്ളം കൂടുതൽ സാധാരണത്തിൽ കൂടുതൽ വെള്ളം ഉണ്ടായത് കാരണമായിരിക്കും എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇവർ പറഞ്ഞ മരുന്നൊക്കെ സാധാരണ അടിക്കണ മാതിരി അടിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എഫക്റ്റ് ആയിട്ടില്ല. ഈ സംഗതി ഇത് നോക്കിയാൽ മൊത്തത്തിൽ പോത്തൊക്കെയാണ്. വാഴ മൊത്തം പോത്തു. വർഷങ്ങളായി വാഴകൃഷി ചെയ്യുന്ന കർഷകനായ കുട്ടിയാപ്പു ബാങ്കിൽ നിന്ന് ലോണെടുത്തും കടം വാങ്ങിയുമാണ് കൃഷി ചെയ്യുന്നത്. വിളവെടുപ്പിന് പാകമാകുമ്പോൾ ഒരു വാഴയ്ക്ക് ഏകദേശം 200 മുതൽ 300 രൂപ വരെയാണ് ചെലവ് വരുന്നത്. എന്നാൽ വാഴകൾക്ക് രോഗം ബാധിച്ചതിനാൽ വിളവ് പൂർണ്ണമായും നശിച്ചു. സാധാരണയായി ഒരു വാഴക്കുലയ്ക്ക് 8 മുതൽ 16 കിലോ വരെ ഭാരം ലഭിക്കാറുണ്ട്. എന്നാൽ രോഗം ബാധിച്ച വാഴകളിൽ നിന്ന് 2 മുതൽ 3 കിലോ ഭാരമുള്ള കുലകൾ മാത്രമാണ് ലഭിക്കുന്നത്. വാഴകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ടെങ്കിലും ഒരു വാഴയ്ക്ക് 10 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. ഇത് കൃഷിക്കായി മുടക്കിയ പണത്തിന്റെ ചെറിയൊരു ഭാഗം പോലുമല്ല. രോഗം തടയാൻ കൃഷി ഓഫീസിൽ നിന്ന് മരുന്ന് നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലെന്ന് കർഷകർ പറയുന്നു. M5 ന്യൂസ്, മലപ്പുറം.